ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിയോ മാത്ത് വൈബ്സ്. ഞാൻ ശിവലക്ഷ്മി. മാത്ത് മൈൻഡിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പോണൻസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. എക്സ്പോണൻസ് എന്താണ്, അവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസിയായി സോൾവ് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് എക്സ്പോണൻസ് എന്താണെന്ന് നോക്കാം. എക്സ്പോണൻസ് ആർ എ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ഫോർ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ആണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പോണന്റ് ടെൽസ് ഹൗ മെനി ടൈംസ് ടു മൾട്ടിപ്ലൈ എ നമ്പർ ബൈ ഇറ്റ്സെൽഫ്. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് എക്സ്പോണന്റ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 to the power of 5. ഇതിനെ നമ്മൾ 2 to the power of 5 എന്ന് വായിക്കും, അല്ലെങ്കിൽ 2 raised to the power of 5 എന്ന് പറയും. അതായത് നമ്മൾ 2വിനെ 5 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 6 to the power of 3. അതായത് 6നെ നമ്മൾ 3 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ നമ്മൾ 6 ക്യൂബ് എന്നും പറയും. ഇനി നമ്മുടെ കയ്യിൽ 3 raised to 4 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അതിൽ 3 എന്ന് പറയുന്നത് ബേസ് ആണ്, അതുപോലെ 4 ആണ് അവിടുത്തെ എക്സ്പോണന്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്പോണന്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ടു ഇവാലുവേറ്റ് ആൻ എക്സ്പോണന്റ്, മൾട്ടിപ്ലൈ ദ ബേസ് ബൈ ഇറ്റ്സെൽഫ് ആസ് മെനി ടൈംസ് ആസ് ദി എക്സ്പോണന്റ് സേസ്. അതായത് ഒരു എക്സ്പോണന്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബേസിനെ ആ ബേസ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് നമ്മുടെ എക്സ്പോണന്റ് പറഞ്ഞു തരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. 5 സ്ക്വയർ, നമ്മളിതിനെ 5 സ്ക്വയർ എന്നും അല്ലെങ്കിൽ 5 raised to 2 എന്നും പറയും. അതായത് നമ്മൾ 5നെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 5 into 5 equals 25 എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എക്സ്പോണൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് പോസിറ്റീവ് എക്സ്പോണൻറ്റ്. ആ പേരിൽ തന്നെയുണ്ട്, നമ്മുടെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. പോസിറ്റീവ് എക്സ്പോണൻറ്റ് റെപ്രസെൻറ്റ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. പോസിറ്റീവ് എക്സ്പോണൻസ് എപ്പോഴും റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2 ക്യൂബ്, അതായത് നമ്മൾ 2വിനെ 3 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടുത്തെ എക്സ്പോണന്റ് 3 ആണ്. 3 ഈസ് എ പോസിറ്റീവ് നമ്പർ ആണ്. ഇനി മറ്റൊരു ടൈപ്പാണ് നെഗറ്റീവ് എക്സ്പോണൻറ്റ്. നെഗറ്റീവ് എക്സ്പോണൻറ്റ് റെപ്രസെൻറ്റ് റിപ്പീറ്റഡ് ഡിവിഷൻ. ഇവിടെയും പേര് പോലെ തന്നെ നമ്മുടെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. നെഗറ്റീവ് എക്സ്പോണൻസ് എപ്പോഴും റിപ്പീറ്റഡ് ഡിവിഷനെ ആയിരിക്കും കാണിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 to the power of -3. ഇവിടെ നമ്മൾ ആ മൈനസ് സിമ്പിൾ എടുത്ത് മാറ്റി 2 ക്യൂബ് എന്ന് പറയുന്ന പാർട്ട് എടുക്കുന്നു. അത് 1/2 ക്യൂബ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നു. ഇതാണ് നെഗറ്റീവ് എക്സ്പോണൻസ് പറയുന്നത്. ഇനി മറ്റൊരു ടൈപ്പാണ് സീറോ എക്സ്പോണൻറ്റ്. സീറോ എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത് എനി നോൺ സീറോ നമ്പർ റേസ്ഡ് ടു ദി പവർ ഓഫ് 0 ഈസ് 1. ഏതൊരു നോൺ സീറോ നമ്പർ റേസ്ഡ് ടു ദി പവർ ഓഫ് 0 എടുത്താലും അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2 raised to 0 equals 1. നമ്മളിനി 5 raised to 0 equals എടുത്താലും അത് 1 ആണ്. 100 raised to 0 എടുത്താലും 1 ആണ്. മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ എക്സ്പോണൻറ്റ്. അവിടെയും പേരിൽ തന്നെയുണ്ട്, നമ്മുടെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. ഫ്രാക്ഷണൽ എക്സ്പോണൻറ്റ് റെപ്രസെൻറ്റ് റൂട്ട്. ഫ്രാക്ഷണൽ എക്സ്പോണൻറ്റ് എപ്പോഴും റൂട്ട്സിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 2 to the power of 1/2. 2 to the power of 1/2ൻ്റെ ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് 2. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ബേസ് ഏതാണോ അതിൻ്റെ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് എത്രാമത്തെ റൂട്ട് കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ എക്സ്പോണന്റ് പറഞ്ഞു തരും. ഇവിടുത്തെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 1/2 ആണ്. സോ നമ്മൾ സ്ക്വയർ റൂട്ടാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 16 to the power of 1/4. ഇവിടെ നമ്മൾ ബേസ് ആയിട്ടുള്ള 16ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നു. ഇവിടെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 1/4 ആണ്. സോ നമ്മൾ 4th റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട റൂൾസ് നോക്കാം. അതിൽ ഫസ്റ്റ് റൂൾ ആണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് റൂൾ പറയുന്നത് a raised to m into a raised to n equals a raised to m plus n. അതായത് നമ്മുടെ കയ്യിൽ 2 എക്സ്പോണൻസ് ഉണ്ട്. ആ എക്സ്പോണൻസിന്റെ പ്രത്യേകത അവയുടെ ബേസ് എന്ന് പറയുന്നത് സെയിം ആണ്, എക്സ്പോണൻസ് മാത്രമാണ് ഡിഫറെൻറ്റ്. അങ്ങനെയെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ ബേസ് അതുപോലെ എഴുതുന്നു, ശേഷം ആ എക്സ്പോണൻസ് നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നു.
that is a raised to m into a raised to n equals a raised to m plus n. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ 3 raised to 5 into 3 square. ഇവിടെ ബേസ് എന്ന് പറയുന്നത് 3 ആണ്, സെയിം ബേസ് ആണ്. സോ നമ്മൾ 3 അതുപോലെ എഴുതുന്നു, ശേഷം എക്സ്പോണൻസ് ആഡ് ചെയ്ത് എഴുതുന്നു. സോ 5 plus 2 നമ്മുടെ എക്സ്പോണൻ്റ് ആയിട്ട് കിട്ടുന്നു. ഫൈനൽ ആൻസർ 3 raised to 7 എന്ന് കിട്ടുന്നു. മറ്റൊരു എക്സാമ്പിൾ 7 square into 7 raised to 6. ദാറ്റ് ഈസ് ഈക്വൽ, നമ്മൾ ബേസ് ആയിട്ടുള്ള 7 അതുപോലെ എഴുതുന്നു, ശേഷം എക്സ്പോണൻസ് ആയിട്ടുള്ള 2ഉം 6ഉം ആഡ് ചെയ്ത് എഴുതുന്നു. സോ വി ഗെറ്റ് 7 raised to 6. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 square into 5 raised to 4 into 5 raised to minus 6. ഇവിടെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് 5 ആണ്. സോ 5 നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു, ശേഷം എക്സ്പോണൻസ് ആഡ് ചെയ്യുന്നു. എക്സ്പോണൻസ് എന്ന് പറയുന്നത് 2, 4 ആൻഡ് മൈനസ് 6. സോ വി ഗെറ്റ് 5 raised to 2 plus 4 minus 6 എന്ന് കിട്ടും. 2 plus 4 minus 6 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 5 raised to 0 എന്ന് കിട്ടും. നമുക്കറിയാം 0 ഇവിടെ നമ്മൾക്ക് കിട്ടിയത് 0 എക്സ്പോണൻ്റ് ആണ്. സോ 0 എക്സ്പോണൻ്റ്, ഇനി നോൺ സീറോ നമ്പർ raised to the power of 0 എന്ന് പറയുന്നത് 1 ആണ്. സോ വി ഗെറ്റ് 5 raised to 0 equals 1. അനദർ ക്വസ്റ്റ്യൻ 4 cube into 4 raised to 4. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് വി ഗെറ്റ് 4 raised to 3 plus 4, ദാറ്റ് ഈസ് ഈക്വൽ 4 raised to 7 എന്ന ആൻസർ കിട്ടും. ഇനി കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം. കൂടുതൽ വീഡിയോസിന് വേണ്ടി തിയോ മാത്ത് വൈബ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.